അഡ്വക്കേറ്റ് എ ജയശങ്കർ, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞു വന്നത് ഇതാദ്യമായല്ല ഇടത് വോട്ടുകൾ, CPM വോട്ടുകൾ BJPയിലേക്ക് ചോർന്നു പോയത് എന്നാണ്. വർഷങ്ങൾക്ക് മുൻപത്തെ കഥ, അദ്ദേഹത്തിൻ്റെ അനുഭവം അദ്ദേഹം പങ്കുവെക്കുകയാണ്. എങ്ങനെയാണ് CPM അണികൾ എന്തുകൊണ്ടാണ് BJPക്ക് വോട്ട് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്? അവർക്ക് BJP ഒരു നല്ല ബദലാണെന്ന് തോന്നുന്നത് എപ്പോഴാണ്? അല്ല, അതിൽ നമ്മൾ ചരിത്രപരമായിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് നോക്കുമ്പോൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, സാധാരണഗതിയിൽ ഇടതുപക്ഷ വോട്ടുകൾ അങ്ങനെ ബീക്കാറില്ല. ഇപ്പോൾ സെബാസ്റ്റ്യൻ ചേട്ടൻ പറഞ്ഞത് ഒരു ഒറ്റപ്പെട്ട അനുഭവം. അദ്ദേഹം പറഞ്ഞ തെരഞ്ഞെടുപ്പ് ഉള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. കാരണം 2016 2011 തൊട്ട് 2016 വരെ കേരളം ഭരിച്ച UDF സർക്കാരിൻ്റെ കാലത്ത് അതിഭയങ്കരമായ പ്രീണനമായിരുന്നു. ന്യൂനപക്ഷ സമുദായക്കാർക്ക് അനുകൂലമായ ഒരുപാട് തീരുമാനങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഭൂരിപക്ഷ സമുദായം വല്ലാതെ പ്രാന്തവൽക്കരിക്കപ്പെടുന്നു എന്നൊരു അത് ഭരണം തുടങ്ങി ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ ദൃശ്യമായി. 5ാം മന്ത്രിയുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടായ വിവാദങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അന്ന് അതിനെതിരെ ശക്തമായി പ്രതികരിച്ചത് BJP അല്ല, CPM അല്ല. അതിശക്തമായത് ഇവിടുത്തെ സമുദായ സംഘടനകളാണ്, ഹിന്ദു സമുദായ സംഘടനകളാണ്. പ്രത്യേകിച്ച് ശ്രീ വെള്ളാപ്പള്ളി നടേശനും G സുകുമാരൻ നായരുമാണ്. അവരാണ് സമുദായ ഐക്യം, അല്ലെങ്കിൽ നായാടി മുതൽ നമ്പൂരി വരെയുള്ള ഒരു ഐക്യം എന്ന ഒരു പുതിയ രാഷ്ട്രീയ അജണ്ട സാമുദായിക അതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോവുകയും പിന്നെ പിന്മാറുകയും മറ്റ് സംഘടനകൾ ചേർന്ന് BDJS എന്നൊരു സംഘടന ഉണ്ടാക്കി. അവരുടെ സ്ഥാനാർത്ഥികൾ പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ നമ്മൾ ഏറ്റുമാനൂരെ വോട്ട് നോക്കുക, വൈക്കത്തെ വോട്ട് നോക്കുക, എറണാകുളം ജില്ലയിലെ ഹിന്ദു മണ്ഡലങ്ങൾ നോക്കുക, വൈപ്പിലെ വോട്ട്, പറവൂരെ വോട്ട്, തൃപ്പൂണിത്തുറയിലെ വോട്ട്, തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ, കയ്പമംഗലം, ഇരിങ്ങാലക്കുട, അതിനപ്പുറത്ത് നാട്ടിക, ഗുരുവായൂർ, മണലൂർ മണ്ഡലത്തിൽ രാധാകൃഷ്ണൻ കിട്ടി. അത് BJPയുടെ വോട്ടാണോ? അല്ല, അത് ഇടവ സമുദായ ഒരു മാറ്റം. അതുപോലെ കൊടുങ്ങല്ലൂരിലാണ് KP ധനപാലൻ തോറ്റത്. KP ധനപാലന് ന്യായമായി കിട്ടേണ്ടിയിരുന്ന വോട്ടുകളിൽ ഒരു വലിയ BJP സ്ഥാനാർത്ഥി കൊണ്ടുപോയി. എങ്ങനെയാണ് ഇരിങ്ങാലക്കുടയിൽ ഉണ്ണിയാടൻ തോറ്റത്? ആ ഉണ്ണിയാടനെതിരെ മത്സരിച്ച BJP സ്ഥാനാർത്ഥി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. BJP സ്ഥാനാർത്ഥിയുടെ വോട്ട് 25,000 കടന്നപ്പോൾ CPMൻ്റെ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയെ ആലിംഗനം ചെയ്തു, സന്തോഷം സഹിക്കാൻ വയ്യാതെ. കാരണം എന്താ വെച്ചാൽ അയാൾ പിടിച്ച വോട്ട് ബഹുഭൂരിപക്ഷവും ഉണ്ണിയാടൻ്റെ പെട്ടിയിൽ നിന്നായിരുന്നു. അപ്പോൾ ഇവിടെ മിക്കവാറും എല്ലാ മണ്ഡലങ്ങളിലും സംഭവിച്ചത് ഈ BDJS BJPയിലേക്ക് വന്ന കുറേ വോട്ടുകൾ പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ 90% പിടിച്ചത് UDFൻ്റെ പെട്ടിയിൽ നിന്നാണ്. UDFനെ തകർത്ത ഒരു പ്രധാനപ്പെട്ട സംഭവം ഈ BDJSൻ്റെ ആവിർഭാവമായിരുന്നു. പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ, തൃശ്ശൂരിൽ ഇത് വ്യാപകമായിരുന്നു. വോട്ട് കൊണ്ടാണ് LDF ജയിച്ചത്, അല്ലാതെ LDFൻ്റെ മെൻമോണ്ടല്ല. സ്വരാജ് എങ്ങനെയാണ് തൃപ്പൂണിത്തുറയിൽ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരിക, അദ്ദേഹം പിടിച്ച വോട്ടുകൾ ഭൂരിപക്ഷ പെട്ടിയിൽ നിന്നായിരുന്നു. ശരി, ഏതായാലും ദാസനായ പിണറായി വിജയൻ പാർട്ടിക്ക് ദാസനാകുമോ? ജനങ്ങൾക്ക് ദാസനാണ് ഞാനെന്ന് ആവർത്തിച്ചു പറയുമ്പോഴും അത് സംഭവിക്കാൻ സാധ്യതയുണ്ടോ എന്നാണ് നമ്മൾ ഈ ആദ്യഘട്ടത്തിൽ ചർച്ച ചെയ്തത്. ഇതിനൊരു മറുവശമുണ്ട്. SFIയെ പോലും പേറുകയാണ് പിണറായി വിജയൻ്റെ വാക്കുകൾ. അവർ ചെയ്യുന്നതൊക്കെയും ശരിയെന്ന് പറഞ്ഞു പോകേണ്ട അവസ്ഥയിലാണ് പിണറായി വിജയൻ. എന്തുകൊണ്ട്?